ഷബീർ ഉമർ കൂടിയുണ്ട്. ഷബീർ, എത്ര കണ്ട് രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഇത് മാസങ്ങൾക്കപ്പുറം മാത്രം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയലാകും എന്നൊരു ആത്മവിശ്വാസം പ്രതിപക്ഷം പങ്കുവെക്കുന്നുണ്ട്. അതവർക്ക് ഒരു പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയായതുകൊണ്ടാവണം. പ്രത്യേകിച്ചും ഈ അൻവർ ഇപ്പുറത്ത് കളം മാറി ചവിട്ടിയതിന്റെ ഒരു കരുത്തൊക്കെ ഒരു പക്ഷേ ഒരു ആത്മവിശ്വാസമായി കാണുന്നുണ്ട് UDF. അപ്പുറത്ത് ഇന്ന് MP ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയലായി ഒട്ടും കാണുന്നില്ല എന്ന്. അതൊരു പക്ഷേ ഒരു ആത്മവിശ്വാസ കുറവായി കാണണമോ? എത്രത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം രാഷ്ട്രീയ കേരളത്തിന്റെ ഗതിവിഗതികൾ ഏതെല്ലാം തരത്തിൽ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒന്നായിരിക്കും? സൈഫുദ്ദീൻ ഏറ്റവും കൃത്യമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയാകും, അതിന് ട്രയലാകും, അല്ലെങ്കിൽ അതിന്റെ സെമി ഫൈനൽ പോരാട്ടമാകുമെന്നാണ് UDF ക്യാമ്പ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അത്തരം പ്രചാരണങ്ങൾക്ക് തലവെച്ച് കൊടുക്കുന്നില്ല CPM. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞത് ഇത് ഭരണത്തിന്റെ വിലയിരുത്തലായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണാനാകില്ല. അത് സ്വാഭാവികമായും UDF ക്യാമ്പിനെ സംബന്ധിച്ച് നിലവിൽ വലിയ ആത്മവിശ്വാസം നിലമ്പൂർ മണ്ഡലത്തിനുണ്ട്. പ്രത്യേകിച്ച് PV അൻവർ ഫാക്ടർ തന്നെയാണ് UDF അനുകൂല ഘടകമായി പ്രധാനമായും കാണുന്നത്. ഒപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം, അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ UDFന് അനുകൂലമായ ഒരു മണ്ഡലമായിരുന്നു കാലങ്ങളായി. 2016 വരേക്കും അത് UDFനെ പിന്തുണച്ച മണ്ഡലമാണ്. തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന മണ്ഡലം. ആ നിലയ്ക്ക് ഒരു UDF അനുകൂല സ്വഭാവം പൊതുവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. പക്ഷേ 2016 LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ PV അൻവർ മണ്ഡലത്തിലേക്ക് വരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് ഇതിനെ മത്സരിച്ച് വിജയം കൈവരിക്കുന്നു. 11,000-ലധികം വോട്ടുകൾക്കാണ് ആദ്യ തവണ PV അൻവർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്ക് പോവുകയാണെങ്കിൽ 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് വരുന്നു. 2,700 വോട്ടുകളായി PV അൻവറിന്റെ ഭൂരിപക്ഷം കുറയുന്നു. അപ്പോൾ മണ്ഡലത്തിൽ ആഞ്ഞു പരിശ്രമിച്ചാൽ വിജയിക്കാനാകും എന്ന ഒരു പ്രതീക്ഷ UDF ക്യാമ്പിന് ഈ വോട്ട് കണക്കുകൾ തന്നെ നൽകുന്നുണ്ട്. അതോടൊപ്പമാണ് ഇത്തവണ PV അൻവറിന്റെ സാന്നിധ്യം കൂടെ UDFന് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിച്ചാൽ 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയും നിലമ്പൂർ നഗരസഭയും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അതിൽ 2 പഞ്ചായത്തുകളിലാണ് നിലവിൽ LDFന്റെ ഭരണമുള്ളത്. ഒരു നഗരസഭയിലും നിലമ്പൂർ നഗരസഭയിലും LDFന്റെ ഭരണമുണ്ട്. മറ്റൊന്ന്, അല്പം മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമാകുന്നതാണ്. പൊതുവായി LDF UDF സാധ്യത വോട്ട് കണക്കിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കിൽ പരിശോധിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ പോലും UDFന് നേരിയ മുൻതൂക്കം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ഒപ്പം തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, UDF ഉറച്ച വിജയപ്രതീക്ഷ വെക്കുമ്പോൾ പോലും LDFും അതേ ആത്മവിശ്വാസത്തിൽ അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട്. ഒപ്പം തന്നെ LDFന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല PV അൻവറിന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ PV അൻവർ വലിയ തരത്തിൽ CPMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിൽ പ്രചാരണം നടത്തി അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ നടത്തിയതിനു ശേഷമാണ് MLA സ്ഥാനമടക്കം രാജിവെച്ച് UDFുമായി സഹകരിക്കുന്നത്, UDFനെ പിന്തുണയ്ക്കുന്നത്. ആ നിലയ്ക്ക് PV അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ ഈ മണ്ഡലം നിലനിർത്തേണ്ടത് LDFനും അത്യന്താപേക്ഷിതമാണ്. ആ നിലയ്ക്കുള്ള പ്രചാരണങ്ങളും ചർച്ചകളുമാണ് LDF ക്യാമ്പിലും നടക്കുന്നത്. എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായിരിക്കും നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് 10 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ വിജയപരാജയങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തന്നെ സ്വാധീനിക്കുമെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ആ നിലയ്ക്കുള്ള പ്രചാരണത്തിനും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുമായിരിക്കും നിലമ്പൂർ നിയമസഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും ആ നിലക്ക് വലിയ പ്രസക്തിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് നിലമ്പൂർ കടക്കുന്നത്. ഇനിയാകെ ബാക്കിയുള്ളത് 25 ദിവസങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ നാളെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. തൊട്ടു പിന്നാലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെയും അറിയാം. വിശദാംശങ്ങൾ നൽകിയത് ഷബീർ ഉമർ.